ഒരു മിടുക്കൻ കൂടി ഇപ്പൊ നമ്മോടൊപ്പം ഉണ്ട്. എന്താ പേര്? ആരോൺ. ഏതിലാ പങ്കെടുത്തേ? ഗിറ്റാർ വെസ്റ്റേണിൽ പങ്കെടുത്ത ആരോൺ. റിസൾട്ട് വന്നു. എന്താണ്? എ ഗ്രേഡ് ഉണ്ട്. ഏതാ സ്കൂള്? സിൽവർ ഹിൽസിൽ ആരോണ് എ ഗ്രേഡ് കൂടി. ഇന്ന് വേറെ ആയിട്ട് പങ്കെടുത്തിരുന്നോ? ഗ്രൂപ്പ് സോങ്ങിലും പാട്രിയോട്ടിക്കലും പങ്കെടുത്തിരുന്നു. എങ്ങനെ റിസൾട്ട്? ഗ്രേഡ് ഗംഭീരം. അപ്പൊ 3 എ ഗ്രേഡും കൂടിയോടെ മടങ്ങുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ആ വെസ്റ്റേൺ മ്യൂസിക് വയലിനില് ചെറിയൊരു പോർഷൻ ഞങ്ങളെ പ്രേക്ഷകർക്ക് വേണ്ടി. ഓക്കെ. ഓക്കെ, ഗംഭീരം. അപ്പോ ഇന്ന് എപ്പോഴാ മടങ്ങുന്നേ? സമാപന സമ്മേളനം മമ്മൂട്ടിയൊന്നും കാണാൻ കാത്തു നിൽക്കുന്നില്ല, അതിന് മുമ്പ് മടങ്ങും അല്ലേ? ഓക്കെ. ഇനി എന്നാ സ്കൂളുള്ളേ? ഞങ്ങക്ക് എക്സാം തുടങ്ങാണ്, പ്രീ മോഡല്. അപ്പൊ ഇനി എക്സാമിനുള്ള പ്രിപ്പറേഷനിലേക്ക് പോവാണ്. ഓക്കെ. എനിവേ ഒരിക്കൽ കൂടി കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ. അപ്പോ സ്നേഹ, ഇത് 10 ഐറ്റങ്ങളാണ് ഇനി ബാക്കിയുള്ളത്. ആ 10 ഐറ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു പക്ഷേ നാടോടി നൃത്തം തന്നെയാണ്. ഹൈസ്കൂൾ വിഭാഗം നാടോടി നൃത്തം ഈ വേദി 1 അല്പസമയത്തിനകം ആരംഭിക്കും. പരിചമുട്ട് 9:30 മണിയോടുകൂടി 2ാം വേദിയിൽ ആരംഭിക്കുന്നു. ഒപ്പം കേരള നടനം 3ാം വേദിയിൽ 9:30 ആരംഭിക്കാനിരിക്കുന്നു. അത് തന്നെയാണ് ഏറ്റവും ഒരു പക്ഷേ ഇന്നത്തെ ആകെ 10 ഐറ്റങ്ങളെ ബാക്കിയുള്ളൂ. അതിൽ ഏറ്റവും ഗ്ലാമർ ഐറ്റങ്ങൾ എന്ന് പറയുന്നത് അത് തന്നെയാണ്. കഥകളി സംഗീതമുണ്ട് 7ാം വേദിയിൽ. കഥാപ്രസംഗമുണ്ട്. വി സാംബശിവന്റെ ഓർമ്മകൾ ഇരമ്പുന്ന മണ്ണും കൂടിയാണ്. അവിടെ കഥാപ്രസംഗം നടക്കുന്നുണ്ട്. ഹൈസ്കൂൾ വിഭാഗം അത് വേദി 8 സ്വാഭാവികമായും കഥാപ്രസംഗ മത്സരത്തിന് ഇന്നലെ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കഥാപ്രസംഗം ഉണ്ടായിരുന്നു. വലിയ ആൾക്കൂട്ടം, വലിയൊരു നിറഞ്ഞ സദസ്സായിരുന്നു കഥാപ്രസംഗത്തിനുണ്ടായിരുന്നത് ഇന്നലെ ഹയർ സെക്കൻഡറി തന്നെ. ഇന്നിപ്പോൾ ഹൈസ്കൂൾ വിഭാഗം കഥാപ്രസംഗം നടക്കുമ്പോൾ സ്വാഭാവികമായും വലിയ അതായത് വലിയൊരു സദസ്സ്, നിറഞ്ഞ സദസ്സക്കാർ അവിടെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും തർക്കമില്ല.